മുതുകുളം ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് ചൂളത്തെരുവിൽ 119 നമ്പർ അംഗൻവാടിക്കായി നിർമ്മിച്ച് ആധുനിക സൗകര്യങ്ങളുള്ള കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം നിർവഹിച്ചു. മുതുകുളം ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിലെ 119 നമ്പർ അംഗൻവാടിയുടെ ആധുനിക സംവിധാനങ്ങളോടുകൂടിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഏറെ പഴക്കമുള്ളതും ജീർണാവസ്ഥയിലായതുമായിരുന്ന കെട്ടിടമായിരുന്നു മുൻപ് ഉണ്ടായിരുന്നത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം ജോൺ തോമസ് കെട്ടിടത്തിന്റെ അവസ്ഥ നേരിട്ട് മനസ്സിലാക്കിയതോടെ 2022-2023 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ഈ തുക ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ ജില്ലാ പഞ്ചായത്തിൽ ദീർഘകാലമായി പ്രവർത്തി ചെയ്യുന്ന ഒരു വലിയ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ വാക്കുകൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു ജില്ലാ പഞ്ചായത്താണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത്. പ്രതിപക്ഷ മെമ്പർ എന്ന നിലയിൽ ഞാൻ നൽകുന്ന കത്തുകൾക്കും എന്റെ അഭിപ്രായങ്ങൾക്കുമെല്ലാം രാഷ്ട്രീയം നോക്കാതെ ഏറെ പ്രാധാന്യം നൽകുന്ന ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഇതുവരെ നൽകിയിട്ടുള്ള എല്ലാ പിന്തുണയ്ക്കും നിശ്ചിതമായ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. ബഹുമാനായ MLA അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള എണ്ണയാൽ പറഞ്ഞു തീരാൻ കഴിയാത്ത വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുണ്ട്. ഇനിയും തൊട്ടടുത്ത വികസന പ്രവർത്തനം നടത്താൻ പോകുന്നതും അദ്ദേഹത്തിന്റെ കൂടെ പിന്തുണയോടെ 45 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്ന് മുടക്കിയതും 25 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് മുടക്കി മുതുകുളം ഹൈസ്കൂൾ ജംഗ്ഷന്റെ മുഖച്ഛായ മാറ്റുന്ന ഒരു വികസന പരിപ്രേക്ഷത്തിന് തുടക്കം കുറിക്കുകയാണ്. മുതുകുളം ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും SNM സ്കൂളിലേക്ക് പോകുന്ന ആ തോടിന്റെ 2 പാർശ്വഭിത്തിയും ബലവത്താക്കി. അംഗൻവാടിക്ക് സ്ഥലം സൗജന്യമായി നൽകിയത് ഗോകുലത്തിൽ KP നാരായണപിള്ള, ഈശ്വരിയമ്മ എന്നിവരായിരുന്നു. 1973 ഇവർ സ്ഥലം നൽകിയത്. 1975 കെട്ടിടം പണിതു. ബാലവാടിയായിരുന്നു ആദ്യത്തെ പ്രവർത്തനം. തുടക്കത്തിൽ രാധാമണിയായിരുന്നു വർക്ക്. 2022 കെട്ടിടം കാലപ്പഴക്കത്താൽ അൺഫിറ്റ് ആണെന്ന് കണ്ട് പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചു. തുടർന്നാണ് ജില്ലാ പഞ്ചായത്ത് അംഗം ജോൺ തോമസ് കെട്ടിടത്തിന് ഫണ്ട് അനുവദിച്ചത്. പുതിയതായി നിർമ്മിച്ചിരിക്കുന്ന അംഗൻവാടിയിൽ TV, AC, മറ്റ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുണ്ട്. അംഗൻവാടിക്ക് ആവശ്യമായ AC, വന്തികപ്പള്ളിയിലെ സൂപ്പർ മാർക്കറ്റും ഫർണിച്ചർ ഉപകരണങ്ങൾ മറ്റ് സ്ഥാപനങ്ങളുമാണ് സംഭാവനയായി നൽകിയിരിക്കുന്നത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം രമേശ് ചെന്നിത്തല MLA നിർവഹിച്ചു. 2ാം വാർഡിൽ പ്രവർത്തിച്ചു വരുന്ന 119ാമത് അംഗനവാടി കെട്ടിടം ജീർണാവസ്ഥയിലായിരുന്നത് കണ്ടുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇവിടെ വരികയും അദ്ദേഹം ഈ അവസ്ഥ മനസ്സിലാക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ 30 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ശ്രീ ജോൺ തോമസ് തന്റെ ഡിവിഷനിൽ അനുവദിപ്പിച്ച് ഇന്നിവിടെ ആധുനിക സൗകര്യത്തോടെ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ഇന്ന് ഞങ്ങൾ രാവിലെ തുടങ്ങിയത് തന്നെ മറ്റൊരു അംഗനവാടിക്ക് കെട്ടിടം ചിങ്ങോലി പഞ്ചായത്തിൽ ശ്രീ ജോൺ തോമസിന്റെ നിർബന്ധപൂർവമായ സമീപനത്തിൽ പേരിൽ അനുവദിച്ചു കിട്ടിയതിൻ്റെതാണ്. ഇനിയിപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതും MLA ഫണ്ടും ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടിൽ ചേർന്നുള്ള ഒരു പ്രവർത്തനത്തിലാണ്. അപ്പൊ ഇതിനകത്തെല്ലാം ജനപ്രതിനിധികൾ കാണിക്കുന്ന ആത്മാർത്ഥതയാണ് ഏറ്റവും പ്രധാനം. തന്റെ ഡിവിഷനിൽ തന്റെ മണ്ഡലത്തിൽ എന്തെല്ലാം വികസനം കൊണ്ടുവരണമെന്നുള്ള ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്നവരാണ് യഥാർത്ഥ ജനപ്രതിനിധികൾ. അതുകൊണ്ടാണ് 30 വർഷമായി ജില്ലാ പഞ്ചായത്ത് മെമ്പറായി ശ്രീ ജോൺ തോമസ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ വർക്കറും ഹെൽപ്പറും ഇവിടുത്തെ വർക്കർ ആശ, അർച്ചന, അവർ രണ്ടുപേരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എത്ര കുട്ടികളുണ്ട്? 12 കുട്ടികളുണ്ട്. അപ്പൊ അവർക്കെല്ലാം മെച്ചപ്പെട്ട പോഷകാഹാരങ്ങൾ നൽകുകയും ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുകയും ഗർഭിണികളായ സ്ത്രീകൾക്ക് വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ അംഗനവാടികൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് സത്യം. ഇന്ത്യയിൽ ആദ്യമായി അംഗനവാടി എന്ന പ്രസ്ഥാനം രൂപീകരിച്ച ശ്രീമതി ഇന്ദിരാഗാന്ധി ഇവിടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു. ഇന്നത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഉടനീളം അംഗനവാടികൾ വലിയ പ്രയോജനമാണ് നമ്മുടെ ഗ്രാമങ്ങളിലെ കുട്ടികൾക്ക്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. താക്കോൽ ദാനം ജില്ലാ പഞ്ചായത്ത് അംഗം ജോൺ തോമസ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് TS താഹ മുഖ്യപ്രഭാഷണം നടത്തി. ലാൽ മാളവ്യ, ഗീത ശ്രീജി, U പ്രകാശ്, സവിത വിനോദ്, മഞ്ജു അനിൽകുമാർ, ശുഭ ഗോപകുമാർ, S ബൈജു, ബിന്ദു P, ശ്രീജ എളങ്ങള്ളൂർ, സുസ്മിത ദിലീപ്, ഷീജ S, മിഥുലേഷ് മനോഹരൻ, ശ്രീലത, സുനന്ദ, മായലക്ഷ്മി, ലക്ഷ്മി, R രാജഗോപാൽ, K വാമദേവൻ, PK രാജേഷ്, സിദ്ദിഖ്, രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം അനസ് A നന്ദി പറഞ്ഞു. CD നെറ്റ് ന്യൂസ്, കായംകുളം.